എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു അയല വറുത്തതാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ അയല ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കാം. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നല്ല കിഡു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി അയല ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 അയലയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വരഞ്ഞെടുക്കുക. അപ്പോഴാണ് നമ്മൾ മസാലയൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ അളവും നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6-7 ചെറിയുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നല്ല ചതച്ച ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ അയല മീൻ വറുത്തതിന്. അപ്പോൾ ഇതെല്ലാവരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന അയല മീനിലേക്ക് ഇത് നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വരഞ്ഞിരിക്കുന്ന അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അടുക്കളയിൽ തന്നെ നമുക്ക് അടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അതവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായല്ലോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക, അതായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുറച്ച് വലിയ അയില ആയതുകൊണ്ട് കുറച്ചധികം സമയം വേണം ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരാൻ. അപ്പോൾ ചെറിയ അയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അധികം സമയം എടുക്കത്തില്ല കുക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ അത് ഒരു സൈഡ് ഇതാ ഇപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ലോ ടു മീഡിയത്തിൽ വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ മസാല മാത്രമേ ഫ്രൈ ആയിട്ട് വരുള്ളൂ. നമ്മുടെ മീൻ കുക്കായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതവിടെ ഒരു 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മുരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണിത് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ അയലയൊക്കെ അതവിടെ നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിൽ കുറച്ച് മസാലയൊക്കെ ഫ്രൈ ആയതുണ്ടല്ലോ, അത് നമുക്ക് ഈ എടുത്തതിന് ശേഷം നമ്മുടെ അയല ഫ്രൈ ചെയ്തതിൻ്റെ മേലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 3-4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ ഇതേപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചതച്ച ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. കാരണം നമ്മളിത് മീൻ വറുത്ത എണ്ണയാണല്ലോ. അപ്പോൾ ആ മീനിൻ്റെ ഫ്ലേവറും എല്ലാവരും കൂടിയായിട്ട് നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മളിത് വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ വറുത്ത് വെച്ചത് നമ്മുടെ മീനിൻ്റെ മേലിലേക്ക് ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം.
അപ്പോൾ അതാ നല്ല അടിപൊളി അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇതേപോലെ സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അയലമീൻ കിട്ടുമ്പോൾ, അയലമീൻ തന്നെയെന്നല്ല ഏത് മീനായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്